21 ദിവസം യേശു വളർത്തുപിതാവിനെയും അമ്മയെയും അനുസരിച്ച് നസറത്തിൽ ജീവിക്കുന്നു. ചരിത്രം: തിരുക്കുടുംബം നസറത്തിലേക്ക് മടങ്ങി. വീട്ടിൽ യേശു അമ്മയെ സഹായിക്കും. വളർത്തച്ഛനിൽ നിന്ന് ആശാരിപ്പണി പഠിക്കും. ക്രമേണ സ്വന്തമായി ഉരുപ്പടികൾ ഉണ്ടാക്കും. അങ്ങനെ കുടുംബത്തിന് വരുമാനമുണ്ടാക്കും. സിനഗോഗിൽ പോയി തോറയും പ്രവചനങ്ങളും ചരിത്ര പുസ്തകങ്ങളും പഠിക്കും. അവയെപ്പറ്റി ധ്യാനിക്കും. കുടുംബജീവിതത്തിൻ്റെയും കൃഷിയുടെയും രീതികൾ കണ്ടും കേട്ടും പഠിക്കും. കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും മാറ്റങ്ങൾ പരിചരിക്കും. നാട്ടുകാർക്ക് നന്മ ചെയ്യും. മുമ്പ് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞത് അവൾ ദൈവത്തിൻ്റെ കൃപാപാത്രമാണെന്നാണ്. അവളുടെ പുത്രൻ യേശുവും ദൈവത്തിൻ്റെ കൃപാപാത്രമായത് ലൂക്ക 2 പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മാത്രമല്ല, മനുഷ്യരുടെ ആദരവ് ആർജിച്ചാണ് അവൻ വളരുന്നത്. അങ്ങനെ പിന്നണിയിൽ ഏകദേശം 20 വർഷം മറിയത്തിന് ഓർക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടുവോളം അനുഭവങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അവൻ വലിയവനായിരിക്കും. മഹോന്നത ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനം സർവേശ്വരൻ അവന് നൽകും എന്നൊക്കെ മാലാഖ വിശേഷിപ്പിച്ച ആളാണ് മരപ്പണി ചെയ്തത്. താൻ പറയുന്നതെല്ലാം അനുസരിച്ച് തൻ്റെ കൂടെ കഴിയുന്നത്. എല്ലാം ഓർക്കുക, ഗാഢമായി ധ്യാനിക്കുക. ഇത് അവളുടെ സ്വഭാവമാണ്. പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവിനെ ആഴമായി അറിയുവാൻ, സ്നേഹിക്കുവാൻ, അടുത്ത് അനുഗമിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.